എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, എങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികളുടെ +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക ഏകദേശം ഒരു മെയ് 25-ാം തീയതിയോടെ ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം റിസൾട്ട് വരുന്നത് +2ൻ്റേതാണ്. അതുപോലെ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും റിസൾട്ട് ഒരുമിച്ചാണ് ഉണ്ടാവുക. അതിനുശേഷമാണ് +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വരുന്നത്. അപ്പോൾ +2 റിസൾട്ട് ഏകദേശം ഒരു മെയ് 10-15 ഈ ഒരു ഡേറ്റിനുള്ളിലാണ് വരിക. അതിനുശേഷമാണ് ഈ ഒരു +1 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു +1 പബ്ലിക് എക്സാമിനേഷനും അതുപോലെ തന്നെ ഈ ഒരു +2 പബ്ലിക് എക്സാമിനേഷനും ഒക്കെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് റീവാലേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റീവാലേഷനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീവാലേഷൻ അപേക്ഷിച്ച് നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് 10% മാർക്ക് റീവാലേഷന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റീവാലേഷനായിട്ട് നൽകുന്ന ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരികെ കിട്ടുന്നതായിരിക്കും. റീവാലേഷന് 500 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി ആവശ്യമുള്ളവർക്ക് ഫോട്ടോ കോപ്പിക്കായിട്ടും അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ +1ൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് DHSC ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട്സ് എന്നാണ് ഉണ്ടാവുക. അത് ഓരോ സമയത്തും എന്താണ് അതിൻ്റെ പേര് കൊടുക്കുന്നത് അതനുസരിച്ചാണ് റിസൾട്ട് ഉണ്ടാവുക. അത് റിസൾട്ടിൻ്റെ ലിങ്കിൻ്റെ പേരുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ, അതായത് DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് ഉണ്ടാവും. ഇത് 2024 ലിങ്കാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം മെയ് 28-ാം തീയതിയോടെയാണ്. ഇത്തവണ അത് നേരത്തെ തന്നെ ആ റിസൾട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. നിങ്ങൾക്ക് റോൾ നമ്പർ നൽകാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ TE മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും, അതായത് TE എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു TE മാർക്കിൽ നിങ്ങൾക്ക് ഈ ഒരു +1ൻ്റെ റിസൾട്ടിൽ ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 24 മാർക്ക് കിട്ടിയിട്ടുണ്ടോ, 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു, അതായത് 18 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പരീക്ഷ ജയിച്ചതായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ TE മാർക്ക്, അതായത് ഈ ഒരു TE മാർക്ക് നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2 വർഷത്തേക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാം. 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 36 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ പരീക്ഷ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങൾ +2 പരീക്ഷയിൽ നിങ്ങൾ പരീക്ഷ എഴുതുകയും എന്നാൽ മാർക്ക് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് നേടുകയാണെങ്കിൽ, അതായത് 24-ഉം 18-ഉമാണ് ജയിക്കാൻ വേണ്ട മാർക്ക്, ഇതിൻ്റെ ഇരട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡബിൾ പാസ് ആണ്. അപ്പോൾ ആ ഒരു മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ +2 പരീക്ഷ എഴുതി മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ ജയിക്കുന്നത് ആയിരിക്കും. അതേസമയം നിങ്ങൾ ഈ ഒരു എഞ്ചിനീയറിംഗ്, അതുപോലെ ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതുപോലെ ആർക്കിടെക്ചർ കോഴ്സുകൾ എന്നിങ്ങനെയുള്ള വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ +2ലും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങേണ്ടതായിട്ട് വരും. കാരണം +2ൻ്റെ സെക്കൻഡ് ഇയറിലെ ആ ഒരു മാർക്കാണ് വിവിധ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിലേക്കായിട്ടും മറ്റും പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, +1 റിസൾട്ട് വന്ന് നിങ്ങൾക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ കൂടി നിങ്ങൾ ചെയ്യേണ്ടത് +2ൻ്റെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വിവിധ മത്സര പരീക്ഷകൾക്കൊക്കെ നിങ്ങളുടെ +2ൻ്റെ മാർക്കാണ് പരിഗണിക്കുന്നത്. ഡിഗ്രി അഡ്മിഷന് വേണ്ടി മാത്രമാണ് +1 +2ൻ്റെ ഓവറോൾ മാർക്ക് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ +1ൽ മാർക്ക് കുറയുകയാണെങ്കിൽ കൂടി വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും +2 നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് +1 റിസൾട്ട് വന്ന ശേഷം റീവാലേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് റീവാലേഷൻ, അതായത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളൊരു വിദ്യാർത്ഥിയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ റീവാലേഷനായിട്ട് അപേക്ഷിക്കുക. കാരണം റീവാലേഷൻ അപേക്ഷിച്ച് നിങ്ങൾക്ക് 10% മാർക്ക് കൂടുകയാണെങ്കിൽ, അതായത് റീവാലേഷന് മുമ്പുള്ളതിനേക്കാൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 8 മാർക്ക് കൂടി, അതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ റീവാലേഷന് മുമ്പുള്ളതിനേക്കാൾ 6 മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% മാർക്ക് കൂടി എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ നൽകിയിട്ടുള്ള പൈസ, അതായത് നിങ്ങൾ 500 രൂപ ആണ് റീവാലേഷനായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത്, ഈ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് പരിശോധിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ +1ൻ്റെ അടുത്ത ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക അടുത്ത വർഷത്തെ +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങളുടെ +2 പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ സമയത്താണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ എഴുതുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 6 വിഷയം
ആണ് ഉള്ളത്. അതിൽ 3 വിഷയമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഏതെങ്കിലും വിഷയം ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷയവും അതോടൊപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എഴുതാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ +1ൻ്റെ റിസൾട്ട് ഏകദേശം മെയ് 25-ാം തീയതിയോടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.